ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി തിരൂർ സതീഷ്. കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ശേഖർ കുമാർ പണം കൈപ്പറ്റി ബി.ജെ.പിക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകി. കേസിൽ താൻ പറഞ്ഞ നിലപാട് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുവെന്നും തിരൂർ സതീഷ് പറഞ്ഞു. ശേഖർ കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് ഒന്നാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി നേതാക്കളെ വെള്ള പൂശിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ PMLA കോടതിയിൽ ഇ.ഡി. കൊടുത്തിട്ടുള്ളത്. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വെള്ള പൂശുന്നതിന് വേണ്ടി ബി.ജെ.പി നേതാക്കന്മാരിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണത്തിൽ നിന്ന് ഒരു വിഹിതം കൈപ്പറ്റിയിട്ടാണ് ഇദ്ദേഹം ഇതുപോലെയുള്ള രീതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടാവുക കോടതിയിൽ. സൂരജ് സജി തൃശ്ശൂരിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, കേസ് ഒതുക്കാൻ 2 കോടി കൈക്കൂലി വാങ്ങി എന്ന വിജിലൻസ് കേസിൽ ഇ.ഡി. ഉദ്യോഗസ്ഥൻ, കൊച്ചിയിലെ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ നിലവിൽ പ്രതിയാണ്. ആ കേസിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലുമായി തിരൂർ സതീഷ് രംഗത്ത് വരുന്നത്. കൊടകര കുഴൽപ്പണ കേസിലും ഇതേ ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന് പങ്കുണ്ട്. ഇതുപോലെ ബി.ജെ.പിക്ക് വേണ്ടി അനുകൂലമായി റിപ്പോർട്ട് നൽകിയത് പണം വാങ്ങിയാണ് എന്ന് തിരൂർ സതീഷ് പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം അത് ഈ കോടതിയിൽ സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തിരൂർ സതീഷ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ കേസ് അന്വേഷിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇ.ഡി. ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറാണ്. ഈ ശേഖർ കുമാറിനെ വിജിലൻസ് മറ്റൊരു കേസിൽ പ്രതി ചേർക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരൂർ സതീഷിന്റെ ആരോപണമെന്ന് ശ്രദ്ധേയമാണ്. അതായത് ബി.ജെ.പി നേതാക്കളെ വെള്ളപൂശുന്നതിന് വേണ്ടി ബി.ജെ.പി നേതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന ആരോപണമാണ് തിരൂർ സതീഷ് മുന്നോട്ട് വെക്കുന്നത്. ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം തന്നെയാണ് തിരൂർ സതീഷ് കൈപ്പറ്റിയത്. കൊടകര കുഴൽപ്പണക്കേസിൽ നടന്ന കള്ളപ്പണ ഇടപാടിന്റെ പണം കൈപ്പറ്റിയ ശേഷം അനുകൂലമായി റിപ്പോർട്ട് നൽകിയെന്ന ആരോപണം ഉന്നയിക്കുകയാണ് നിലവിൽ ബി.ജെ.പി മുൻ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീഷ്. പ്രജിത്ത്, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.